Hello students, today we are going to the 9th chapter name Safe Journey. കുട്ടികൾക്ക് സേഫ് ജേർണി പറയുമ്പോൾ എന്താണ് മൈൻഡിൽ എന്തെല്ലാം വരുന്നത്? അതെ, ഞങ്ങളെ പോകുന്നത് ജേർണി ചെയ്യുന്നത്, അതേപോലെ പാസഞ്ചേഴ്സ്, അതേപോലെ ഡ്രൈവർ, പിന്നെന്ത് ആക്സിഡൻറ്റ് ആവുന്നതെല്ലാം ഞങ്ങൾക്ക് മൈൻഡിൽ ഇമാജിൻ വരും അല്ല. ഓക്കെ, അപ്പം എന്താണ് നവഡേയ്സ് പേപ്പറിലെല്ലാം ന്യൂസ് പേപ്പറിലെ ഹെഡ്ലൈൻസ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത് എന്താണ്? ആക്സിഡൻറ്റ് ആവുന്നതെല്ലാം ഉണ്ടാവും അല്ല. അപ്പം വാട്ട് ആർ ദ റീസൺസ് ഓഫ് ദ ആക്സിഡൻറ്റ്സ്? എന്തെല്ലാം റീസൺസ് എന്തുകൊണ്ട് ആക്സിഡൻറ്റ് ആവുന്നത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ഓവർ സ്പീഡ്. എന്താണ് ഓവർ സ്പീഡ് ഉണ്ടായിക്കൊണ്ട് ഞങ്ങൾക്ക് ആക്സിഡൻറ്റ് ആവുന്നത്. അതേപോലെ നെക്സ്റ്റ് കെയർലെസ്നെസ്. ഞങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ എന്താണ് അത്രയൊന്നും കെയർലെസ്, എന്താവുന്നില്ല എന്ന് വിചാരിച്ചിട്ട് പോയെങ്കിൽ എന്താവുന്നത് ആക്സിഡൻറ്റ് ആവുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അതേപോലെ ഇൻക്രീസസ് ഇൻ നമ്പർ ഓഫ് ദ വെഹിക്കിൾസ്. കൂടുതലായിട്ട് വെഹിക്കിൾ ഉണ്ടാവുമ്പോൾ എന്താണ് ആക്സിഡൻറ്റ് കൂടുതലായിട്ട് ആവുന്നത്. അതേപോലെ ഡ്രൈവിംഗ് വെഹിക്കിൾ ആഫ്റ്റർ കൺസ്യൂമിങ് ലിക്വർ. എന്താണ് മദ്യം കുടിച്ചിട്ട് ഞങ്ങൾ ഡ്രൈവ് ചെയ്തെങ്കിൽ എന്താണ് ആക്സിഡൻറ്റ് ആവുന്നു അല്ല. അതേപോലെ എന്താണ് ഇൻസേഫ് റോഡ്സ്. റോഡുകൾ കറക്റ്റ് ഇല്ലെങ്കിൽ എന്താണ് ആക്സിഡൻറ്റ് ആവുന്നു. അതേപോലെ ഇൻസേഫ് വെഹിക്കിൾ കറക്റ്റ് ഇല്ലെങ്കിൽ എന്താണ് ആക്സിഡൻറ്റ് ആവുന്നു. അതേപോലെ ഇൻഎക്സ്പീരിയൻസ് ഓഫ് ദ ഡ്രൈവർ. ഞങ്ങൾക്ക് ഡ്രൈവിംഗ് അറിഞ്ഞില്ലെങ്കിൽ എന്താണ് ആക്സിഡൻറ്റ് ആവുന്നത് ഒരു റീസണാണ്. അതേപോലെ നോട്ട് ഒബേയിങ് ട്രാഫിക് റൂൾസ്. കറക്റ്റായിട്ട് ട്രാഫിക് റൂൾസ് ഫോളോ ചെയ്തെങ്കിൽ എന്താണ് ഞങ്ങൾക്ക് ആക്സിഡൻറ്റ് ആവാത്ത പോലെ നോക്കാം. ഞങ്ങൾ ട്രാഫിക് റൂൾസിനെ ഫോളോ ചെയ്യാതെ പോയെങ്കിൽ എന്താണ് ആക്സിഡൻറ്റ് ആവുന്ന ഒരു റീസൺസ് ആണ്. അപ്പം നൗ വി ആർ സ്റ്റഡീഡ് വാട്ട് ആർ ദ റീസൺസ് ഓഫ് ദ ആക്സിഡൻറ്റ്സ്. അപ്പം നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായല്ല എന്തുകൊണ്ടു ആക്സിഡൻറ്റ് ആവുന്നത്. അപ്പോൾ ഇതെല്ലാം പോയിൻറ്റ്സ് ആണ്. ഓവർ സ്പീഡ് പോയെങ്കിൽ ആവുന്നു. അതേപോലെ കെയർലെസ്നെസ്, ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ദ വെഹിക്കിൾസ്, ദെൻ ഡ്രൈവിംഗ് വെഹിക്കിൾ ആഫ്റ്റർ കൺസ്യൂമിങ് ദ ലിക്വർ, അതേപോലെ അൺസേഫ് റോഡ്സ്, ദെൻ അൺസേഫ് വെഹിക്കിൾസിൻ്റെ പോലെ, ദെൻ ഇൻക്രീസ് ഓഫ് ദ വെഹിക്കിൾസ്, ദെൻ inexperience of the driver, then not obeying traffic rules. ഇതെല്ലാം എന്താണ് ആക്സിഡൻറ്റ് ആവുമെന്ന് പറഞ്ഞെങ്കിൽ ഇത് റീസൺസ് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് സി those it can be seen that there are the many reasons for road accident. Should not we see to it that accidents do not occur? The best way for this is to obey traffic rules. എന്താണ് ഞങ്ങൾ ആക്സിഡൻറ്റ് ആവാത്ത പോലെ നോക്കുന്നു പറഞ്ഞെങ്കിൽ ട്രാഫിക് റൂൾസിനെ കറക്റ്റായിട്ട് ഫോളോ ചെയ്തെങ്കിൽ എന്താണ് ഞങ്ങൾക്ക് ആക്സിഡൻറ്റ് ആവില്ല. ഓക്കെ, നെക്സ്റ്റ് ഇൻ വെഹിക്കിൾ ആർ ഡ്രൈവർ ഒബ്സർവിങ് ദ ട്രാഫിക് റൂൾസ് മെനി ആക്സിഡൻറ്റ് ക്യാൻ ബി അവോയ്ഡഡ്. എന്താണ് ഡ്രൈവർ കറക്റ്റായിട്ട് ട്രാഫിക് റൂൾസിനെ ഫോളോ ചെയ്തെങ്കിൽ, അതേപോലെ കറക്റ്റായിട്ട് ട്രാഫിക് റൂൾസിനെ ഫോളോ ചെയ്തെങ്കിൽ എന്താണ് ആക്സിഡൻറ്റിനെ ആവാത്ത പോലെ അവോയ്ഡ് ചെയ്യാം. ഓക്കെ, should people who drive vehicle alone observe traffic rules? Pedestrians, passenger in buses and bicycle rider etc. എന്താണ് ഇത് ആക്സിഡൻറ്റ് ആവാത്ത പോലെ നോക്കുന്നത് ഡ്രൈവർ മാത്രമല്ല, അതേപോലെ പെഡസ്ട്രെയിൻ പറഞ്ഞെങ്കിൽ നടന്നിട്ട് പോകുന്നല്ല അങ്ങനത്തെ ആൾക്കാർ, അതേപോലെ പാസഞ്ചർ അതിനൊരു റീസണാണ്. അപ്പം ഓരോ അതേപോലെ ട്രാഫിക് റൂൾസിനെ ഫോളോ ചെയ്തെങ്കിൽ ഞങ്ങൾക്ക് എന്താണ് ആക്സിഡൻറ്റ് ആവാത്ത പോലെ ഞങ്ങൾക്ക്
ചെയ്യാം. ഓക്കെ, സോ ഡു യു കം ടു സ്കൂൾ വാക്കിംഗ്? വൈ ഈസ് ഇറ്റ് സെഡ് ദാറ്റ് pedestrians must walk along the right side of the roads? അപ്പോൾ എന്താണ്, എപ്പോഴും നടന്നിട്ട് പോകുന്ന ആൾക്കാർ എന്താണ് റൈറ്റ് സൈഡിൽ പോകണമെന്ന് പറയുന്നത്. എന്തെ കൊണ്ട് പറയുന്നത്? when we walk along the right side of the road we can see vehicle coming from the opposite sides. എന്താണ്, ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന വെഹിക്കിൾ കറക്റ്റായിട്ട് കാണും. അപ്പോൾ എന്താണ്, ഞങ്ങൾ റൈറ്റ് സൈഡിൽ പോയെങ്കിൽ ഞങ്ങൾക്ക് ഫ്രണ്ടിൽ വരുന്ന വെഹിക്കിൾ കാണുന്നു. അതേപോലെ വെഹിക്കിൾ കമ്മിങ് ഫ്രം ബിഹൈൻഡ് വിൽ മൂവ് അലോങ് അവർ ലെഫ്റ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന പറഞ്ഞെങ്കിൽ എങ്ങനെ അത് മൂവ് ആവുന്നു, അതെല്ലാം നമുക്ക് ഫ്രണ്ട് ആയിട്ട് കാണാം. നെക്സ്റ്റ്, ഇഫ് ദർ ഈസ് എ ഫുട് പാത്ത് വാക്ക് ഓൺലി ഓൺ ഇറ്റ്. എന്താണ്, ടൗണിലെല്ലാം എന്തുണ്ട്, ഫുട് പാത്ത് ഉണ്ട്. അപ്പം എന്താണ്, വാക്ക് ഞങ്ങൾക്ക് നടന്നിട്ട് പോകണേ വേണ്ടിയിട്ട് അവിടെ ഫുട് പാത്ത് ഉണ്ട്. അപ്പം അതിലെ പോയെങ്കിൽ എന്താണ്, എന്താവുന്നില്ല. ഓക്കെ, ദർ ആർ ദ ഫുട് പാത്ത് ഫോർ പെഡസ്ട്രിയൻസ് ഇൻ ക്രൗഡഡ് പ്ലേസസ് ആൻഡ് ടൗൺസ്. ഫുട് പാത്ത് എവിടെ ഉണ്ടായത് പറഞ്ഞെങ്കിൽ ടൗണിൽ കുറേ ആൾക്കാർ ഉണ്ടാവുന്ന പ്ലേസിൽ എന്താണ് ഫുട് പാത്ത് ഉണ്ടാവുന്നു. അപ്പം എപ്പോഴും ഞങ്ങൾ എന്ത് ചെയ്യണം, ആ ഫുട് പാത്തിൽ അങ്ങനത്തെ പ്ലേസിൽ എന്താണ് ഫുട് പാത്തിൽ തന്നെ പോകണം. ഓക്കെ, നെക്സ്റ്റ്, യു മൈറ്റ് ഹാവ് സീൻ സർട്ടൻ സൈൻസ് ഓൺ ദ റോഡ് ലൈക്ക് ദോസ് ഇൻ ദ പിക്ചേഴ്സ്. എന്താണ്, നിങ്ങൾ ടൗണിൽ എല്ലാം കണ്ടിട്ടുണ്ടാവും. എന്താണ്, റോഡിൽ സീബ്ര ലൈൻ ഉണ്ടാവുന്നത്. ദിസ് ഈസ് വേർ പെഡസ്ട്രിയൻ ഷുഡ് ക്രോസ് ദ റോഡ്. എന്താണ്, അത് എന്തെ കൊണ്ട് ഉണ്ടാവുന്നത് പറഞ്ഞെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരുണ്ടാവുന്നല്ല. അപ്പം അതിനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാവുന്നത് എന്താണ്, സീബ്ര ലൈൻ. ഇറ്റ് ഈസ് കോൾഡ് സീബ്ര ലൈൻ. യു മസ്റ്റ് ക്രോസ് ദ റോഡ് ഓൺലി അലോങ് ദ സീബ്ര ലൈൻ. ഞങ്ങൾ ടൗണിലെല്ലാം പോകുമ്പോൾ എന്താണ്, ഏടെ സീബ്ര ലൈൻ ഉണ്ട്, ആടെ ആയിട്ട് ഞങ്ങൾ അങ്ങോട്ട് ക്രോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബൈ ചാൻസ് സീബ്ര ലൈൻ ഇല്ലാത്ത പ്ലേസിൽ എങ്ങനെ പോവുക പറഞ്ഞെങ്കിൽ cross the road only after making sure that vehicles are not coming either from the right side or from the left side of the road. എന്താണ്, ഇപ്പം ഇങ്ങോട്ടെല്ലാം എന്താണ്, അത് ടൗണിലെല്ലാം സീബ്ര ലൈൻസ് ഉണ്ടാവുന്നു. അപ്പം സീബ്ര ലൈൻ ഇല്ലാത്ത പ്ലേസിൽ എങ്ങനെ പോവുക പറഞ്ഞെങ്കിൽ അങ്ങോട്ട് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് വെഹിക്കിൾ വരുന്ന ഇല്ലയെന്ന് കൺഫേം ചെയ്ത ശേഷം അങ്ങോട്ട് ക്രോസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ്, സിഗ്നൽ ലൈറ്റ്സ്. അപ്പം നിങ്ങൾ എന്താണ്, ഇപ്പോൾ ടൗണിലെല്ലാം പോകുമ്പോൾ സിഗ്നൽ ലൈറ്റ്സ് കണ്ടിട്ടുണ്ടാവല്ല. അപ്പം എന്താണ്, സിഗ്നൽ ലൈറ്റ് എന്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? സോ ലുക്ക് അറ്റ് ദ പേജ് നമ്പർ 138. ദർ ആർ ദ പിക്ചർ ഹാവ് 4 vehicles and 4 pedestrians. പറഞ്ഞെങ്കിൽ ഈ ഡ്രൈവർക്ക് അതേപോലെ നടന്നിട്ട് പോകുന്ന ആൾക്കാർക്ക് സിഗ്നൽ കാണിക്കുന്നു. അപ്പോൾ കാണാം റെഡ് ലൈറ്റ് എന്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നു പറഞ്ഞെങ്കിൽ സ്റ്റോപ്പ്. അതേപോലെ യെല്ലോ പ്രൊസീഡ് വിത്ത് കൺസ്യൂൺ പറഞ്ഞെങ്കിൽ അത് പോവാന്ന് ഇത് സിഗ്നൽ കാണിക്കുന്നത്. അതേപോലെ ഗ്രീന് പ്രൊസീഡ് പറഞ്ഞെങ്കിൽ പോവാന്ന് സിഗ്നൽ കാണിക്കുന്നത്. അതേപോലെ ഫോർ പെഡസ്ട്രെയിൻ പറഞ്ഞെങ്കിൽ നടന്നിട്ട് പോകുന്ന ആൾക്കാർക്ക് സിഗ്നൽ കാണിക്കുന്നത്. റെഡ് പറഞ്ഞെങ്കിൽ സ്റ്റോപ്പാണ്. അതേപോലെ ഗ്രീൻ സിഗ്നൽ എന്ത് പറയുന്നു പറഞ്ഞെങ്കിൽ പ്രൊസീഡ് പോവാന്ന് പറയുന്നു. ഓക്കെ, നെക്സ്റ്റ്, അപ്പം എന്താണ് സിഗ്നൽസ് ഞങ്ങൾ ഇപ്പോൾ പഠിച്ചു. സോ റൂൾസ് ആർ ടു ബി ഫോളോഡ് നോട്ട് ജസ്റ്റ് ബൈ വെഹിക്കിൾ ഡ്രൈവേഴ്സ് ആൻഡ് പെഡസ്ട്രെയിൻസ് പാസഞ്ചർ ഇൻ ബസ് ആൻഡ് അതർ വെഹിക്കിൾ മസ്റ്റ് ആൾസോ പേ അറ്റൻഷൻ ടു സർട്ടൻ തിങ്സ്. എന്താണ്, ഞങ്ങൾ എപ്പോഴും വെഹിക്കിളിൽ പോകുമ്പോൾ എന്താണ് ഞങ്ങൾ മെയിനായിട്ട് ഒരു എന്താണ് റൂൾസ് ഉണ്ട്. അപ്പോൾ അതിനെ ഫോളോ ചെയ്തെങ്കിൽ ഞങ്ങൾക്ക് ആക്സിഡൻറ്റ് ആവാത്ത പോലെ നോക്കാം. അതേപോലെ ട്രാഫിക് റൂൾസിനെ ഫോളോ ചെയ്യണം. അപ്പോൾ അത് എന്ത് പറഞ്ഞെങ്കിൽ
ഡു നോട്ട് കീപ് യുവർ ഹാൻഡ് ഓർ ഹെഡ് ഔട്ട്സൈഡ് വെയിലി ട്രാവലിംഗ് ഇൻ വെഹിക്കിൾസ്. എന്താണ്, നിങ്ങൾ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ പുറത്ത് ഹെഡ് പുറത്തിടാൻ പാടില്ല, അതേപോലെ ഹാൻഡ് പുറത്ത് ഇടാൻ പാടില്ല. അതേപോലെ ഡു നോട്ട് ട്രൈ ടു ബോർഡ് എ വെഹിക്കിൾ റണ്ണിങ് വെഹിക്കിൾസ്. ഇപ്പം പോയിക്കൊണ്ടുണ്ടാവുന്ന വെഹിക്കിൾക്ക് ഞങ്ങൾ പോവാന് കഴിയാൻ. അതേപോലെ എലൈറ്റ് ഓൺലി ആഫ്റ്റർ ദ വെഹിക്കിൾ ഹെൽസ് പറഞ്ഞെങ്കിൽ സ്റ്റോപ്പ് ആയ ശേഷമേ ഞങ്ങൾ താഴോട്ട് കീയണം, അതിന് മുമ്പായിട്ട് ഞങ്ങൾ കീയാൻ പാടില്ല. അതേപോലെ ഡു നോട്ട് സ്പ്ലിറ്റ് ഔട്ട് ഫ്രം എ റണ്ണിങ് വെഹിക്കിൾസ്. ഇപ്പോൾ റണ്ണിങ് വെഹിക്കിൾ പോകുമ്പോൾ എന്താ ഞങ്ങൾ പുറത്ത് സ്പ്ലിറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. അതേപോലെ സിറ്റ് സേഫ്ലി ഇൻ ദ വെഹിക്കിൾ ബൈ ഹോൾഡിങ് ഓൺ. അപ്പം ഞങ്ങൾ ഏത് വെഹിക്കിൾ ഉണ്ടെങ്കിൽ എന്താണ്, ഞങ്ങൾ സേഫായിട്ട് ഇരിക്കണം, അതേപോലെ ഹോൾഡ് ചെയ്തിട്ട് നിൽക്കണം എന്ന് പറയുന്നു. അതേപോലെ വിയർ സീറ്റ് ബെൽറ്റ്. എപ്പോഴും ഞങ്ങൾ എന്ത് ചെയ്യണം, സീറ്റ് ബെൽറ്റ് ഇടണം. അതേപോലെ എന്താണ്, വേറെ എന്തുണ്ട്, ഹെൽമെറ്റ് എപ്പോഴും വിയർ ചെയ്യണം. ഓക്കെ, ഇത്ര മനസ്സിലായല്ലോ കുട്ടികൾക്ക്. എന്താണ്, എപ്പോഴും ട്രാഫിക് റൂൾസിനെ ഫോളോ ചെയ്യണം. അതേപോലെ വെഹിക്കിളിൽ പോകുമ്പോൾ എന്തെല്ലാം കുറച്ച് റെസ്ട്രിക്ഷൻ അതിനെ ഫോളോ ചെയ്തെങ്കിൽ ഞങ്ങൾക്ക് ആക്സിഡൻറ്റ് ആവാത്ത പോലെ നോക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് കാണാം കുട്ടികൾ, പേജ് നമ്പർ 140. ഈസ് ദർ എ റെയിൽവേ ക്രോസ് ഓൺ ദ വേ ടു യുവർ സ്കൂൾ? ബൈ ചാൻസ് ഈ ടൗണിലെല്ലാം എന്താണ് റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്തിട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പം യു മസ്റ്റ് ബി വെരി കെയർഫുള്ളി വെയിലി ക്രോസിങ് എ റെയിൽവേ ട്രാക്ക്. എപ്പോഴും റെയിൽവേ ട്രാക്കിൽ നിന്ന് ക്രോസ് ചെയ്യുമ്പോൾ കെയർഫുള്ളി ആയിട്ട് ക്രോസ് ചെയ്യണം. ഡു നോട്ട് എവർ വാക്ക് അലോങ് ദ റെയിൽവേ ട്രാക്ക്. എപ്പോഴും എലോണായിട്ട് എന്താണ് സിഗ്നൽ അറിയാത്ത എന്ത് ചെയ്യണം, സിഗ്നൽ അറിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ അതിനെ റെയിൽവേ ട്രാക്കിനെ ക്രോസ് ചെയ്യാൻ പാടില്ല. ഡു നോട്ട് ട്രൈ ടു ക്രോസ് എ റെയിൽവേ ട്രാക്ക് വെൻ യു സീ ദ സിഗ്നൽ ലൈറ്റ്സ്. എപ്പോഴും സിഗ്നൽ ലൈറ്റിനെ കണ്ടിട്ട് ഞങ്ങൾ ക്രോസ് ചെയ്യണം, അല്ലെങ്കിൽ എപ്പോൾ അത് ട്രെയിൻ വരുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവില്ല. ഹാവ് യു എവർ തോട്ട് ഓഫ് ദ ഗ്രേറ്റ് ഡേഞ്ചർ? എന്താണ്, അപ്പോൾ ഞങ്ങൾ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യുമ്പോൾ എപ്പോഴും സിഗ്നൽ കണ്ട ശേഷമേ ഞങ്ങൾ ക്രോസ് ചെയ്യണം. ഓക്കെ.